ഒടുവിൽ മച്ചിപ്പശു പെറ്റു. അതായത് വയനാടിന് വേണ്ടി കേന്ദ്രം ഫണ്ട് അനുവദിച്ചു. കേൾക്കുമ്പോൾ ആഹാ, ഇച്ചിരി വൈകിയെങ്കിലും ഫണ്ട് അനുവദിച്ചല്ലോ. അവിടെയാണ് ആ പ്രസവിക്കലിന് പോലും അടിമുടി ഉഡായിപ്പാണെന്ന് പറയേണ്ടി വരുന്നത്. കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് 529.5 കോടി രൂപ കേരളത്തിനിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്രം കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയെ സംബന്ധിച്ച് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട്. ഈ നാടിന് ദുരന്തത്തിൽ പോലും സഹായിക്കാത്ത അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി ഇവിടെ ജനവികാരം ഉണർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം. 529.5 കോടി രൂപ 16 പദ്ധതികളിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി ഇതാ അനുവദിച്ചിരിക്കുന്നു. സംഖ്യകൾക്ക് ഇത്ര മാത്രം കേട്ടാൽ മതി. പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തുള്ള കേരളത്തിൽ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയമുണ്ടായിടത്ത് ആ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ, ഇന്ത്യ എന്ന നാട്ടിലെ ഒരു പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കാൻ വായ്പ കൊടുത്തു അത്രേ. എങ്ങനെയുണ്ട്? 529 കോടി രൂപ പലിശരഹിത വായ്പ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലും തെലുങ്കാനയിലും അസമിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ അവർക്കും സഹായം കൊടുത്തു. അത് സഹായം, തിരിച്ചടയ്ക്കണ്ട. പക്ഷേ കേരളത്തിലേക്ക് വന്നപ്പോൾ അത് വായ്പ. എന്തിനും ഏതിനും ഈ നാട്ടിൽ നിന്ന് പണം പിടുങ്ങുന്നൊരവസ്ഥ. ഈ തരുന്ന പൈസ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരുത്തൻ്റെയും വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്ന പണമല്ല.